നിങ്ങൾ എന്തിനാണ് ഇപ്പം ഇതെടുത്തിട്ടത്? അതുകൊണ്ടല്ലേ ഞാനും ആദിലേയും കള്ളികളാണെന്ന് ഇപ്പം എല്ലാവരും മനസ്സിലാക്കിയത്. എന്തിൻ്റെ അസുഖമായിരുന്നു നിങ്ങൾക്ക്? ഇതാരാ ആരോട് ചോദിച്ചതാണെന്നറിയോ? ഇത്രയൊന്നും ചോദിച്ചില്ല, എന്നാലും ആരായിരിക്കും ചോദിച്ചത്? നമ്മുടെ നൂറമ്മോള് അക്ബറിനോട് ചോദിച്ചതാണ്. ഇത് നിങ്ങളിപ്പോൾ എടുത്തിട്ടത് കൊണ്ടല്ലേ ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യം പൊങ്ങി വന്നതും അവളുടെ ചേച്ചിയുടെ നമ്പറാണ് ടിഷ്യൂവിൽ എഴുതിയതെന്ന് ഞാൻ പറഞ്ഞതും അത് ഒളിപ്പിച്ച് വെക്കേണ്ടി വന്നതുമൊക്കെ. ഇപ്പം എല്ലാം കള്ളത്തരങ്ങളും പുറത്ത് അറിഞ്ഞില്ലേ? ആദില ഭൂലോക കള്ളിയാണെന്നും അവളെക്കാട്ടി കള്ളി ഞാനാണെന്ന് ഇപ്പം എല്ലാവരും അറിഞ്ഞില്ലേ? ഇക്കൊക്കെ എന്തിൻ്റെ അസുഖമായിരുന്നു നെഞ്ചിനകത്ത് പൊട്ടി പൊട്ടി കരയുകയാണ് നമ്മുടെ നൂറമോള്. ഇത് കേട്ടിട്ട് അക്ബർ പിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞ് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ ഇത് ഞാനല്ല ചോദിച്ചത് കേട്ടോ, ജിഷിനാണ് ചോദിച്ചത്. അവൻ ചോദിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്നാലും എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ ചോദിക്കും, എനിക്കിതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ നൂറ പറയുന്നുണ്ട്, അപ്പോൾ ഇതിനെക്കാട്ടും വലുതൊക്കെ അവൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും? ഞാൻ അതും ചോദിക്കും, ഞാൻ ഉറപ്പായിട്ടും അതും ഞാൻ ചോദിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കോൺവെർസേഷൻ. എന്തായാലും ഇവരിത് ഒതുക്കിക്കൊണ്ട് പോകുമായിരുന്നു. കാരണം ആദിൽ ഇങ്ങനെ ഒരു കേസ് പറഞ്ഞു, അത് എല്ലാവരും കണ്ടു. അതിൻ്റെ ക്ലാരിറ്റി ആദില കൊടുക്കുന്നില്ല, അനുമോളോട് ആരും പോയി ചോദിക്കുന്നില്ല. അപ്പം അങ്ങനെ തന്നെ പോട്ടെ. അനുമോൾ ആദിലയുടെ കയ്യിൽ PR-ൻ്റെ നമ്പർ എഴുതി കൊടുത്ത് പുറത്ത് പോയി PR ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡി. മീൻസ് PR-നെ കൊണ്ട് അക്ബറിനെ അടിച്ചിടാൻ വേണ്ടി അനുമോൾ റെഡിയായി എന്നുള്ള രീതിയിൽ തന്നെ ഇത് പൊക്കോട്ടെ എന്നുള്ള ധാരണയിൽ ഇരിക്കുമ്പോഴാണ് ജിഷിൻ ഇത് പോയി ചോദിച്ചത്. ജിഷിൻ്റെ ആ നല്ല മനസ്സിന് നന്ദി. അതുകൊണ്ട് ഇവിടെ തെറ്റ് ചെയ്തത് ആരാണെന്നും അനുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ആദിലയും നൂറയും പെരുങ്കള്ളികളാണെന്നും അതിന് കർട്ടൻ പിടിച്ചത് മറ പിടിച്ചത് നമ്മുടെ അക്ബറാണെന്നും എല്ലാ സത്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടും അനുമോൾക്കെതിരെ മനഃപൂർവ്വം ഗൂഢാലോചന നടത്തി കളിച്ചതാണെന്നും തെളിയിക്കാൻ ഇതിനെക്കാട്ടി വേറെ എന്തെങ്കിലും വേണോ? അറ്റ്ലീസ്റ്റ് ആ ഒരു വിഷു നടന്നപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് പറഞ്ഞുകൂടായിരുന്നോ? അനുമോൾ എഴുതി കൊടുത്ത നമ്പർ PR-ൻ്റെതല്ല, സ്വന്തം ചേച്ചിയുടേതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇനിയിപ്പം ഇതും കള്ളത്തരായി അതിന് മറപിടിക്കാൻ കൂട്ടു നിന്നിട്ട് ഇനി അനുമോൾ നിങ്ങളെ അടിച്ചിടാൻ PR-നോട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്തിനാ വെറുതെ അനുമോളെ പോലുള്ളൊരു ഒരു സ്ത്രീക്ക് നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ട് എത്ര വോട്ട് പിടിച്ചു കൊടുക്കേണ്ടത്? ഒരാവശ്യമില്ല. അവർക്ക് ആവശ്യത്തിനുള്ള വോട്ട്, ആവശ്യത്തിൽ കൂടുതൽ വോട്ട് അവർക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ 3 പേരോടെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ശൈത്യയും സരയും എല്ലാം കൂടെ ചേർന്ന് കഷ്ടപ്പെട്ട് വോട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നിങ്ങളുടെ ആ ഒരു പൊസിഷനും കൂടെ അവൾക്ക് കിട്ടത്തില്ലേ? ആ ഉള്ള വോട്ടൂടെ മേടിച്ചിപ്പോൾ അവൾക്ക് കൊടുത്തു വല്ല കാര്യം ഉണ്ടായിരുന്നോ? കിട്ടുന്ന വോട്ടെങ്കിലും മേടിച്ച് നാണം കെടാതെ ഒന്ന് പുറത്തോട്ട് വന്നുകൂടായിരുന്നോ? ഇപ്പോൾ അതും ആയില്ലല്ലോ. ഇപ്പം എല്ലാം കൊണ്ട് ശുഭം. നൂറമോൾ എന്തിനാണ് ഉള്ളിൽ തേങ്ങിക്കരഞ്ഞതെന്ന് മനസ്സിലായി. ആദില പൊട്ടിച്ചിട്ട് പോയ ആ കള്ളം എപ്പോൾ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കും, എനിക്കെതിരെ വരുമോ എന്നുള്ള തേങ്ങലിൽ നീ കരഞ്ഞതാണെന്ന് എല്ലാവർക്കും അറിയാം. നിൻ്റെ കള്ള കരച്ചിൽ നീ ഇവിടെ ഡിസേർവ് ചെയ്യുന്നില്ല നൂറ. ആദിലയുടെ കൂടെ തൊട്ട് പുറകെ അങ്ങോട്ട് ഇറങ്ങിപ്പോക്കോളൂ.